ജൂൺ 14 ശനിയാഴ്ച. മത്തായി 5:33 മുതൽ 37 വരെ വാക്യങ്ങൾ. മറ്റുള്ളവർ നമ്മെ വിശ്വസിക്കണമെങ്കിൽ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു പരിചിതമായ വാക്യമാണ്, നിൻ്റെ വാക്കിനെ ബഹുമാനിക്കുക. നമ്മുടെ വാഗ്ദാനങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ പിന്നെ സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ ഉപദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാനും പറയുന്നത് അർത്ഥമാക്കാനും ആണ്. നമ്മൾ ആരാണെന്ന് ലളിതമായി പറയാനാണ് യേശു ആഗ്രഹിക്കുന്നത്. അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, കള്ളസത്യം ചെയ്യരുത്. അവർ പറഞ്ഞ കാര്യങ്ങൾ പിന്തുടരാൻ പറയുന്നു. പലപ്പോഴും ഇത് തോന്നുന്നത്ര എളുപ്പമല്ല. നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ളവരോട് മാത്രമല്ല, യേശുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലും നാം ഈ വിശ്വസ്തത പാലിക്കേണ്ടതുണ്ട്. അതെ എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായി എപ്പോഴും തോന്നാറില്ല. നിങ്ങൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ, ഇല്ല അല്ലെങ്കിൽ നോ എന്ന് പറയാൻ ആഗ്രഹിച്ചപ്പോൾ ആരോടെങ്കിലും യെസ് എന്ന് പറഞ്ഞ ഒരു സമയം ഓർമ്മയുണ്ടോ? മിക്കവാറും നാം എല്ലാവരും അങ്ങനെ ചെയ്തിരിക്കും. ആരോടെങ്കിലും അതേ എന്ന് പറഞ്ഞാൽ ആ വാഗ്ദാനം നിങ്ങൾ പാലിക്കാറുണ്ടോ? ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സത്യസന്ധത പുലർത്തുന്ന വ്യക്തികളായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങളാകാം. എന്നിരുന്നാലും ആ ചെറിയ കാര്യങ്ങളും നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളിലുള്ള വിശ്വാസം വളരുകയും ആഴപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും നമ്മൾ യാന്ത്രികമായി വിശ്വസിക്കുന്നില്ല. ഒരാളെ വിശ്വസിക്കാൻ സമയമെടുക്കും. നമ്മൾ വിശ്വസനീയരാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി അവൻ പറയുന്നത് പാലിക്കുകയാണെങ്കിൽ നമ്മൾ ആ ആളെ വിശ്വസിക്കാൻ തുടങ്ങും. വിശ്വാസം ഒരു വലിയ ദാനമാണ്, കൊടുക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും. വ്യക്തികൾ പരസ്പരം അറിയുമ്പോൾ വളരുന്ന ഒരു സമ്മാനമാണ് വിശ്വാസം. നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ഏറ്റവും ആഴത്തിൽ ഞാൻ വിശ്വസിക്കുന്ന വ്യക്തി ആരാണ്? ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ടോ? ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം എത്രത്തോളം ആഴത്തിലുള്ളതാണ്? ദൈവം നമ്മളെ താങ്ങി നിർത്തുകയും നമ്മളെ വഹിക്കുകയും ദൈവത്തിൻ്റെ അത്ഭുതകരവും ഒരിക്കലും അവസാനിക്കാത്തതുമായ സ്നേഹത്താൽ നമ്മളെ ആവരണം ചെയ്യുകയും നിരവധി വഴികളിലൂടെ ദൈവത്തെ ഓർമ്മിക്കാനും നന്ദി പറയാനും ഇന്ന് നമുക്ക് അല്പസമയം നീക്കിവയ്ക്കാം. എല്ലാ ദിവസവും നമുക്ക് ലഭിക്കുന്ന ഒരു ദാനമാണ് ദൈവസ്നേഹം. നമ്മുടെ ജീവിതത്തിലെ വ്യക്തികൾക്ക് വേണ്ടിയും നമുക്ക് നന്ദി പറയാം. നമ്മോടുള്ള സ്നേഹവും കരുതലും കാണിക്കുന്നത് വഴി അവർ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും പ്രകടമാക്കുകയാണ്. അങ്ങനെ ഈ വ്യക്തികളും ഒരു വലിയ സമ്മാനമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ
പോളച്ചൻ CSSR from Kerala.